അങ്ങനെ കുറച്ചധികം മാസത്തെ പ്ലാനിങ്ങുകൾക്കും കാത്തിരിപ്പിനൊക്കെ ശേഷം ഇന്ന് ആ ദിവസം വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്നാണ് നമ്മൾ അസർബൈജാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ എത്തിച്ച് നമ്മൾ ഇറങ്ങി എയർപോർട്ടിലോട്ട് ടാക്സിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മാത്രമല്ല, ദീപക്കും ഫാമിലിയും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അധികം എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഇരിക്കുന്നത്. പിന്നെ സേറമോൾ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, അതിൻ്റെ ഒരു ഡൗട്ടും കൂടി ഉണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ക്ലൈമറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എങ്ങനെയായിരിക്കും, പനി പിടിക്കുമോയെന്നൊന്നും അറിയില്ല. കാരണം 2 ദിവസം മുമ്പ് അവൾക്ക് ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കുന്ന ഒരു ഐഡിയ ഇല്ലാണ്ടാണ് പോകുന്നത്. എന്തായാലും മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് പോയത് കേട്ടോ. പിന്നെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തുടങ്ങി ചേനും ഞാനും പറയുന്നതാണ്, നമുക്ക് ഹണിമൂണേ ഉണ്ടായിട്ടില്ല, അപ്പോൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് നമുക്ക് അടിച്ചു പൊളിക്കണം. സേറമോളും കൂടെ ഉള്ളതുകൊണ്ട് പ്രത്യേക ഒരു രസം കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷാർജ എയർപോർട്ടിൽ നിന്നായിട്ട് പോണത്. അവിടെ ഗേറ്റിലെത്തി. നമ്മൾ ഇപ്പോൾ അവിടെ കൊച്ചുങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സേറ ബേബി അവിടെ ഫ്രണ്ട്സ് അല്ല, അവിടെ വന്ന കുട്ടികളുടെ കൂടെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഫ്ലൈറ്റിൽ ഫുഡ് ഇല്ലാത്തത് കൊണ്ടും നമ്മളൊന്നും കഴിക്കാത്തത് കൊണ്ടും അവിടുന്ന് നമ്മൾ ബർഗറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് കേട്ടോ. ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സേറമോൾ ഉറങ്ങി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ എഴുന്നേക്കുകയും ചെയ്തു. അത് വേറെ കാര്യം. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് നമ്മളൊരു കോഫി മഫിനും എടുത്തു കേട്ടോ. വേറെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഫി കുടിച്ചില്ലെങ്കിൽ ത്രോട്ടിനൊക്കെ ഒരു ഇറിറ്റേഷൻ പോലെയായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ അതൊക്കെ സെറ്റായി. നല്ല ഉറക്കം പറ്റിയിട്ട് പക്ഷെ സേറമോൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. സേറമോൾ ഉറങ്ങി, നമ്മൾ ഉറങ്ങി വന്നപ്പോഴത്തേനാണ് എയർപ്ലെയിനിലാണോ? അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അസർബൈജാൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്.
Kemudian, iya, Azerbaijan, oke. Di mana ini pone? Di Bring ini pone airplane. ചേട്ടാ ഞങ്ങൾ എയർപോർട്ടിന് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. അസർബൈജാൻ ആര് ആ നമ്മുടെ ഗൈഡ്. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ഗൈഡ് ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സിം എയർപോർട്ടിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആള് ആ ഒരു ഷോപ്പൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ട് സിം എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഒരു സിം വാങ്ങിക്കണുള്ളൂ, നമുക്ക് ഷെയർ ചെയ്യാലോ. നമ്മളിപ്പോൾ എയർപോർട്ടിന് പുറത്തിറങ്ങിയിട്ടോ. വിചാരിച്ച അത്ര തണുപ്പില്ല, എന്നാലും നല്ല നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. നമ്മളെങ്ങനെ അസർബൈജാൻ എത്തി. നല്ല തണുപ്പുണ്ട്. ടെർമിനൽ 2 മുന്നേ മിസ്സൈലൊക്കെ വന്നിരുന്നു ഇവിടെയായിരുന്നു. ഇപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഒന്നും. ടാക്സി കാണാൻ നല്ല സൗണ്ട്. ഇപ്പോൾ മലയാളം സോങ്. Bitte old. Classic. Anton Welcome. from Azerbaijan. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ആന്റോണിൻ്റെ ഒപ്പമായിരിക്കും കറക്കം. Anton. നമുക്ക് വേണ്ടി കാറിൽ മലയാളം സോങ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. അങ്ങനെ നമ്മൾ അസർബൈജാൻ വീതിയിലൂടെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും അടിപൊളി വ്യൂ ആട്ടോ.
very old. Okay. Its construction was horse. This is normal flats, apartments. I think this is National Day or something, right? That's why all the flags. 8 November, Victory Day. Victory Day. Okay. City clean. If you smoke down 300 months, fine. Hyder Ali Center. Okay. Now it's repair works. Okay. Construction 2012. And now നമ്മളിപ്പോൾ ഹൈദരലി സെൻറ്ററിലോട്ടാണ് പോണത്. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്യാന്നായിട്ട് വിചാരിക്കുന്നത്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഐ ലവ് ബാക്കു ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അവിടേക്ക് പോകണം കേട്ടോ. നമ്മൾ ആക്ച്വലി വിചാരിച്ചത് റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ പറ്റിയില്ല. എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. ഞാനത് ഷോർട്സൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കാറിൻ്റെ എക്സിബിഷൻ സെൻറ്ററിലോട്ടാട്ടോ കയറുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം.
അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ഇനി നേരെ ഫുഡ് കഴിക്കാനായിട്ടാട്ടോ പോകുന്നത്. ഫുഡ് നമ്മുടെ അറിയാലോ, അവിടുത്തെ ഫുഡ് കിട്ടുള്ളൂ. അവിടെ ബ്രെഡാണ് കേട്ടോ മെയിനായിട്ട് കിട്ടുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്ന ചോറ് പോലെ അവിടെ ബ്രെഡാണ്, എന്തിനും ബ്രെഡ് അവർ തരും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോയിട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.